KU ജനീഷ് കുമാർ വരുന്നത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് കുറച്ച് ഉൾപ്രദേശത്തു നിന്നാണ്, സീതത്തോട് ആ ഭാഗത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ വനവും വന്യജീവിയും ഒക്കെ നന്നായി അറിയാവുന്ന ഒരു MLA ആണ്. അപ്പോൾ ഈ കൊണ്ടവനെ അതിൻ്റെ വില അറിയുമെന്ന് പറയുന്നത് പോലെയാണ് ജനീഷ് കുമാർ വളരെ സ്വാഭാവികമായി വന്ന് പ്രതികരിച്ചതാണ്. ഇതിപ്പോൾ ആരായാലും അങ്ങനെ പ്രതികരിക്കും. ആ ഒരു പ്രദേശത്ത് താമസിച്ച് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ജീവിച്ച ഒരാളാണെങ്കിൽ പ്രതികരിക്കും. അതേസമയം താമസിക്കുന്നത് മണിമാളികയിലും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കേണ്ടതില്ല, ഘടകകക്ഷി ആയതുകൊണ്ട് മന്ത്രിസ്ഥാനം പെട്ടെന്ന് കിട്ടും, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഇതൊന്നും പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല, മനസ്സിലാകാത്തതിൻ്റെയാണ്. അപ്പോൾ ഈ തല പോയാലും ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ, അതൊരു ജനപ്രതിനിധിയാണ് പറയുന്നതെങ്കിൽ ജനം അയാൾക്കൊപ്പം നിൽക്കും. KU ജനീഷ് കുമാറിനെതിരായ കുറേ ഹേറ്റ് ക്യാമ്പയിൻസും അതുപോലെ രാഷ്ട്രീയ പ്രചാരണങ്ങളും ഒക്കെ ഞാനും കണ്ടിരുന്നു. പക്ഷേ അതിൽ ജനീഷ് കുമാർ എടുത്ത സ്റ്റാൻഡ് മനസ്സിലാക്കിയതിന് ശേഷം ജനീഷിനൊപ്പം ആളുകൾ നിൽക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പത്തനംതിട്ടയിലെ ആളുകൾക്ക്, അവിടെ വനമേഖലയിലുള്ള ആളുകൾക്ക് അവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കാത്ത ഒരു വനമന്ത്രിക്ക് പറയാൻ കഴിയുള്ളൂ. വനമന്ത്രി അന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നറിയോ? ജനപ്രതിനിധികൾ അവരുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ വിലയിരുത്തുമെന്ന ബോധത്തോടെ പ്രവർത്തിക്കണം. നല്ല ഉപദേശമാണ് കൊടുത്തത് വനമന്ത്രി. അത് അദ്ദേഹത്തിന് നമ്മളും അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളും പിണറായി വിജയനും കൊടുക്കേണ്ട ഉപദേശമാണ്. അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരു മന്ത്രിയാണെന്നത് മറന്നു പോവുകയാണ്. LDF സർക്കാരിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്ന വകുപ്പ് ഏതാണ്? ബാക്കി വകുപ്പുകളെല്ലാം ചേർന്ന് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ ആ ഒരു സർക്കാരിനെ തന്നെ മോശപ്പെടുത്താനായിട്ട് പ്രതിപക്ഷത്തിൽ ഇട്ടുകൊടുക്കുകയാണ് ഈ വനംവകുപ്പ്.